ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി വ്ളോഗാണ് കേട്ടോ, ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്ന് പറയാം. അതുപോലെ ഫാമിലി വ്ളോഗാണ്, കുക്കിംഗ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ, കുറ്റിപ്പുട്ടും പിന്നെ ഗ്രീൻ പീസ് കറിയുമാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ മോൾക്ക് കൊടുത്തയക്കാൻ ഞാൻ അപ്പോൾ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് കുറച്ചെടുത്തിട്ട് ഉപ്പേരി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടിനുള്ള കറിയും ആക്കിയിട്ടുണ്ട്. അതുപോലെ അതൊന്ന് കുറച്ചെടുത്തിട്ട് മോൾക്ക് കൊണ്ടുപോകാനും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് കൊടുത്തയക്കാനുള്ളതൊക്കെ റെഡിയായി. അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം മോൾക്ക്. പിന്നെ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് കഴിഞ്ഞു. പിന്നെ മോള് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവൾ റെഡിയായി. പിന്നെ മോൾ സ്കൂളിൽ പോയിട്ടോ. 9:30 സ്കൂൾ ബസ്സാണ്. അപ്പോൾ 9:30 മോൾ സ്കൂളിൽ പോയി. പിന്നെ ഷോപ്പിലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു, റെഡിയായി, ഫ്രഷായിട്ടോ. പണികളൊക്കെ ഏകദേശമൊക്കെ ഒതുങ്ങി. പിന്നെ ഫ്രഷായിട്ട് വന്നു. പിന്നെ ഞാനിതിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. മാങ്ങഞ്ചി അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. മാങ്ങഞ്ചി എന്ന് പറയുമ്പോൾ ഇഞ്ചിയും മാങ്ങയുടെയും നല്ല മണമായിട്ടുള്ളൊരു സംഭവമില്ല, അതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. മാങ്ങയുടെ രണ്ടിൻ്റെയും നല്ലൊരു മണമുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അച്ചാറൊന്നും വെച്ചിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് അച്ചാർ വെക്കുന്നത്. അത് അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ ഇവിടെ നിന്നും. അപ്പം ഇന്നലെ നമ്മുടെ പച്ചക്കറി മുത്തശ്ശി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറേ കൊണ്ടുവന്നു കേട്ടോ. അപ്പം ശരി, ഞാൻ അച്ചാറിടാന്നൊക്കെ പറഞ്ഞേ. അപ്പം ഞാനൊരു പൊതി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ 20 രൂപ തോന്നുന്നു കേട്ടോ ഒരു പൊതി. അപ്പോൾ അതൊക്കെ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ അവളുടെ ഫ്രണ്ട് കൊണ്ടുവന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ അപ്പം എന്നാൽ പിന്നെ അച്ചാറിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാങ്ങഞ്ചിയൊക്കെ ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തൊന്ന് ഫ്രീ ആയിട്ടിരുന്നിട്ട് ഒക്കെ തോലിച്ചെത്താലോ പറഞ്ഞിട്ട്. ഉള്ളിലാണെങ്കിൽ ഷീറ്റാണ്, നമ്മുടെ അടുക്കള വന്നിട്ട് ഷീറ്റ് ഇട്ടതുകൊണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ. ഒരു 11-12 മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് പണി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിതെന്തായാലും തോലിച്ചെത്തുമ്പോൾ പുറത്തിരുന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഫ്രഷാക്കി കഴുകി തോലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ ഒന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. നല്ല ചെറുതാക്കി അരിയണം കേട്ടോ, അപ്പോഴേ നമുക്ക് അച്ചാറിടുമ്പോൾ നല്ല ഇതായിട്ടുണ്ടാവുള്ളൂ. ഒരുപാട് വലിയ പീസൊന്നും ആക്കണ്ട, ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് വന്നിട്ട് എല്ലാം അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടുള്ളത് മാങ്ങഞ്ചി അച്ചാറാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി നോക്കിക്കോളൂ, നല്ല സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ കഴിച്ചിട്ടൊന്നുമില്ല, വയ്ക്കാൻ പോവുകയാണ് ആദ്യമായിട്ട്. എന്നാലും ഞാൻ വേറൊരു യൂട്യൂബ് ചാനൽ നോക്കിയതാണ് കേട്ടോ എങ്ങനെയാണ് വിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിന് കുറച്ച് പുളി വേണം കേട്ടോ. ഇത്തിരി പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത് അരിഞ്ഞിട്ട് വേണം നമുക്കത് വെക്കാൻ. അപ്പോൾ ഇതാ മാങ്ങഞ്ചിയൊക്കെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കത് അത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് പിന്നെ അതുപോലെ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. വിനാഗിരി ഒഴിക്കുമ്പോൾ തന്നെ ചെറിയൊരു പുളിപ്പും പിന്നെ കുറേ ദിവസം നമുക്ക് കേടുകൂടാണ്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വിനാഗിരി കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ എല്ലാ അച്ചാറിലും വിനാഗിരി ഒഴിക്കാറുണ്ട്, അത് കുറച്ച് ദിവസം എടുത്ത് വയ്ക്കണതല്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതാ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നന്നായി പിഴിഞ്ഞെടുത്തിട്ട് ഇതാ ഈ പാനിലാണ് കേട്ടോ നമ്മൾ വെക്കാൻ പോണേ. അപ്പോൾ അതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് കുറുകിയെടുക്കണം കേട്ടോ. ഞാൻ പുളിയൊക്കെ പിഴിഞ്ഞെടുത്തപ്പോൾ ഇത്തിരി വെള്ളം പോലെയായി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. കട്ടിക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഞാനത് പിഴിഞ്ഞെടുക്കുമ്പോൾ ഇത്തിരി വെള്ളമായിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറുകണ വരെ കുറച്ച് നേരം വെക്കേണ്ടി വന്നു. അപ്പോൾ അതാ പുളിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി നമ്മൾ അവിടെ മുളകും എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മാങ്ങഞ്ചി. അപ്പോൾ അതിനെ അങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുളിയും പിന്നെ മാങ്ങഞ്ചിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഒരുപാട് ഫ്ലെയിം കൂട്ടിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് വെച്ചാൽ മതി. ഇനി മാങ്ങഞ്ചി വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് കടുക് താളിക്കണം. ഇനി സ്റ്റവ് നമുക്ക് ഓഫാക്കി വെക്കാം കേട്ടോ. ഇതെല്ലാം മിക്സ് ആയ ശേഷം നമുക്ക് അതൊന്ന് ഓഫാക്കി വെക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാം കേട്ടോ. അതിന് വേണ്ടി നല്ലെണ്ണയാണ് ഒഴിക്കണേ. അപ്പോൾ ഇതാ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ മുളകും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 2-3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങഞ്ചി അച്ചാർ റെഡിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഭക്ഷണത്തിൽ ചേർക്കുന്നതും നല്ലതാണ്. ദഹനത്തിൻ്റെ കുറവുള്ളവരൊക്കെ ഇത് കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. നമുക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ദഹനക്കുറവുണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ ഗ്യാസ് ട്രബിളിന് നല്ലതാണ്. ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഇത് കഴിച്ചാൽ നല്ലതാണ് കേട്ടോ മാങ്ങഞ്ചി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, അടിപൊളിയാണ്. ഈ പുളിയിട്ട് വെക്കുന്നത് വന്നിട്ട് ഒരു വെറൈറ്റി ആണ് കേട്ടോ, ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതിന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഞാൻ. പക്ഷേ ഞാൻ അന്ന് കണ്ടതാണ് വീഡിയോ, യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് കേട്ടോ പുളിയൊക്കെ ഒഴിച്ചിട്ട് വെക്കുന്നത്. അപ്പം എന്നാൽ പിന്നെ അതുപോലെ വെച്ച് നോക്കാം. പുളിയൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല മണവും വരുന്നുണ്ട്, കായപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അടിപൊളി മണമാണ് കേട്ടോ. നമുക്ക് ചോറിനൊക്കെ ഇത് തന്നെ മതി. അപ്പം ഞാനിത് ഒരു കഷ്ണമൊക്കെ എടുത്ത് ടേസ്റ്റ് നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ ഇത് ഞാനിങ്ങനെ അച്ചാർ വെച്ച് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത്. അപ്പോൾ നന്നായിരുന്നു കേട്ടോ. എന്തായാലും മാങ്ങഞ്ചി അച്ചാറൊക്കെ നന്നായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ വൈകുന്നേരമായി, മോള് സ്കൂൾ വിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങഞ്ചി അച്ചാർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞതും വേഗം വന്ന് ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ മോള്. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവൾ കുറേ വെറുതെ കഴിച്ചിട്ടോ. അവൾക്കാണെങ്കിൽ എരിവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എരിവുള്ള സാധനങ്ങളൊക്കെ നന്നായി കഴിക്കും. മോൾക്ക് ഈ അച്ചാർ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് അവൾ വെറുതെ കഴിക്കുന്നത്. പിന്നെ മാങ്ങച്ചാറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഇതും കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ വൈകുന്നേരം പിന്നെ മാവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, മോൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ. പിന്നെ പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതൊന്ന് വേവിച്ച് കൊടുക്കട്ടെ. പിന്നെ അതിന് ശേഷം പാല് വന്നിട്ട് വേണം ഇനി ചായ വെക്കാനായിട്ട്. പാല് വരാനുള്ള സമയമായിട്ടില്ല കേട്ടോ, 5 മണിയാവും പാല് വരാൻ. അപ്പോഴേക്ക് പഴമൊന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോൾ ഇന്ന് സ്കൂളിൽ പോയിട്ട്, അപ്പോൾ ഇന്നലെ ലീവായിരുന്നു, തൊണ്ടവേദനയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാലക്കാട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മരുന്ന് കഴിച്ച് 2 ദിവസം കഴിച്ചപ്പോഴേക്കും മാറി കേട്ടോ, കുറവുണ്ടായിരുന്നു, നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് സ്കൂളിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോക്ടർ 2 ദിവസം വിടണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മോള് പോകണം പറഞ്ഞിട്ട് പോയിട്ടോ. പിന്നെ ഇന്നത്തിരി കുറവുണ്ട് പറഞ്ഞു. പിന്നെ ഇതാ മോള് ചൂടുവെള്ളം വെക്കാൻ കേട്ടോ, കുടിക്കാനായിട്ട് ചൂടുവെള്ളം വെക്കുന്നുണ്ട്. എപ്പോഴും പച്ചവെള്ളം കുടിക്കുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു മോള് പഴമൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം മേലൊക്കെ കഴുകി. പിന്നെ ഞാൻ ഷോപ്പൊക്കെ അടച്ചു കേട്ടോ. പിന്നെ ഒരു വൈകുന്നേരം രാത്രിയാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പം മോളിതാ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവൾക്ക് മാഗസിൻ എന്തൊക്കെയോ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ കണ്ണൻ ചേച്ചി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഷോപ്പൊക്കെ അടച്ചു മേലൊക്കെ കഴുകി കേട്ടോ. അപ്പോൾ അതാ മേലൊക്കെ കഴുകി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുക്കളയിൽ പണിയുണ്ട് കേട്ടോ, വൈകുന്നേരത്തേക്കുള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് രാത്രിക്ക് വന്നിട്ട് ഗോതമ്പ് ദോശയാണ് കേട്ടോ എല്ലാവർക്കും.
അപ്പോൾ കണ്ണമ്മ ചേച്ചിക്കും എനിക്കും മോൾക്ക് പിന്നെ വേണ്ട പറഞ്ഞു കേട്ടോ. അവൾ ചിലപ്പോഴൊന്ന് കഴിക്കുള്ളൂ, അവൾക്ക് എന്താ വിശപ്പില്ല പറയണു കേട്ടോ. അപ്പം ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അവൾക്ക് എന്താണെന്നറിയോ, ഗോതമ്പ് ദോശ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് വിശപ്പില്ല പറയുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം, വേണമെങ്കിൽ ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ദോശ ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കണം. പിന്നെ ഗോതമ്പ് ദോശയുടെ കൂടെ ഒരു ഓംലേറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ദോശയുടെ കൂടെ ഓംലേറ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എന്താണെന്നറിയില്ല, ഇടയ്ക്ക് അങ്ങനെ ഞാൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ ദോശയുടെ കൂടെ. രാത്രിയാണെങ്കിൽ കേട്ടോ, രാവിലെ ഒന്നും കഴിക്കില്ല. രാത്രിയൊക്കെ ചിലപ്പോൾ ദോശ കഴിക്കുകയാണെങ്കിൽ ഞാൻ മുട്ടയുണ്ടെങ്കിൽ ഓംലേറ്റും ഉണ്ടാക്കും കേട്ടോ. അത് രണ്ടും കൂടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എനിക്ക് അതിന് ചമ്മന്തിയോ അങ്ങനെയൊന്നും വേണമെന്നില്ല, അത് രണ്ടും കൂടി കഴിക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ എനിക്കും കണ്ണമ്മ ചേച്ചിക്കും ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് പോയി ഫുഡൊക്കെ കഴിക്കാം. ഇന്ന് പിന്നെ ഷോപ്പിൽ അത്ര തിരക്കുള്ള ദിവസമൊന്നും ആയിരുന്നില്ല കേട്ടോ, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നമുക്ക് ദോശ റെഡി ആയിട്ടുണ്ട്, ഓംലേറ്റും ഉണ്ടാക്കി. പിന്നെ രാവിലത്തെ ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും എടുത്ത് വെച്ച് അത് പിന്നെ നാളെ കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതും കൂട്ടിയിട്ട് ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട്ടുവിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളും എല്ലാം കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. പിന്നെ ഇത്രയും നേരം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.